ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെമ്മിങ് സ്റ്റിച്ചാണ്. സ്റ്റിച്ച് ബോർഡിനെ പറ്റിയും മോട്ടിഫിനെ പറ്റിയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ചുകളെല്ലാം തയ്ക്കുന്നത് സ്റ്റിച്ച് ബോർഡിലാണ്. അപ്പോൾ സ്റ്റിച്ച് ബോർഡ് തയ്യാറാക്കുക എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ക്ലോത്ത് ഹെമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് 14 ഇഞ്ച് വീതിയിലും 1 മീറ്റർ നീളത്തിലുമാണ്. അതുകൊണ്ട് 4 സൈഡിലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഹെമ്മ് ചെയ്തെടുക്കണം. ഹെമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലോത്തിൻ്റെ സെയിം കളർ ത്രെഡ് വേണം. പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള നീഡിലും. ഞാനിവിടെ 4 ഭാഗത്തും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഹെമ്മ് ചെയ്യാൻ നോക്കാം. ഹെമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും സ്മോൾ സൈസ് നീഡിലെടുക്കുന്നതാവും നല്ലത്. ഈ നീഡിൽ കിറ്റിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ വരുന്ന നീഡിലെടുക്കാം. ഇനി ഈ ത്രെഡ് ഹോൾഡർ എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. നീഡിലിൻ്റെ ഹോളിലൂടെ ഈ ത്രെഡ് ഹോൾഡർ പാസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ത്രെഡ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ത്രെഡ് നീഡിലിൻ്റെ അകത്തൂടെ കയറിപ്പോകും. ഇത് നമുക്ക് 6 സ്ട്രാൻഡ്സിലൊക്കെ ത്രെഡ് എടുത്തിട്ട് എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഹെമ്മിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിളായിട്ടാണ് ത്രെഡ് എടുക്കുന്നത്. ഹെമ്മിങ് സ്റ്റിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. ബ്ലൗസിൻ്റെ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റിച്ചാണിത്. ഇനി നമുക്ക് ത്രെഡിൻ്റെ അറ്റത്തായിട്ട് നോട്ട് ഇട്ട് കൊടുക്കാം. സിംഗിളായിട്ടുള്ള നോട്ട് മാത്രം മതി. ബിഗിനേഴ്സിന് പലർക്കും നോട്ട് ഇട്ട് കൊടുക്കാൻ അറിയാത്തവരായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഇതുപോലെ വിരലിലേക്ക് വെച്ചിട്ട് ഒരു ചുറ്റ് കൊടുത്തിട്ട് നമുക്കൊന്ന് വലിച്ചു കഴിഞ്ഞാൽ സിംഗിളായിട്ടുള്ളൊരു നോട്ട് കിട്ടും. ഇനി നമുക്ക് മെറ്റീരിയൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഒരുപാട് ഗ്യാപ്പ് ഇതുപോലെ നമുക്കിത് 4 സൈഡിലും ചെയ്തെടുക്കണം. ഈ 4 സൈഡിലും ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് പക്ക ആയിരിക്കും. ഇത് നമുക്ക് ബ്ലൗസിൻ്റെ നെക്കിൽ മാത്രമല്ല, നമ്മുടെ ലെങ്ത്ത് കുറച്ച് കൂടിപ്പോയാലൊക്കെ മടക്കി തയ്ച്ചു കൊടുക്കില്ലേ, അതിനൊക്കെ ഈ സ്റ്റിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഹെമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭാഗം ഇതുപോലെയാണ് ഉണ്ടാവുക. ചെറിയ നീഡിൽ എടുക്കാൻ പറയുന്നത് നമുക്ക് സ്റ്റിച്ച് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വലിയ നീഡിലാകുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പെർഫെക്ഷൻ കുറവായിരിക്കും. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് സൈഡ് ഭാഗത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്കത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നോട്ട് ഇട്ട് കൊടുക്കാതെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയാലോ അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ത്രെഡ് തീർന്നു കഴിഞ്ഞാലോ എങ്ങനെയാണ് നോട്ട് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു തരാം. ഇതുപോലെ നീഡിൽ കുത്തിയതിന് ശേഷം നീഡിലോട്ടിൽ 1 or 2 പ്രാവശ്യം ത്രെഡ് ചുറ്റി കൊടുക്കുക. അതിനുശേഷം ത്രെഡ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നോട്ട് കിട്ടും. ഒരുപാട് പ്രാവശ്യം നീഡിൽ കുത്തിയിറക്കിയിട്ട് അവിടെ വൃത്തികേടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 or 2 പ്രാവശ്യം ചെയ്താൽ തന്നെ സ്റ്റിച്ച് ഇളകി വരത്തൊന്നുമില്ല. ഫൈനലി നമ്മൾ 4 സൈഡ് ഹെമ്മ് ചെയ്തെടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് സ്റ്റിച്ച് ബോർഡിൽ എന്തൊക്കെ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.